ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് എന്ന സബ്ജക്റ്റിന്റെ ഫസ്റ്റ് മോഡ്യൂളിലെ ഒരു മേജർ ടോപ്പിക് നമുക്ക് ഇന്നിവിടെ നോക്കാം. സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് എന്താണ്, സിഗ്നൽസും സിസ്റ്റംസും, സിഗ്നൽ എന്താണ്, സിസ്റ്റം എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. സോ അതിൽ സിസ്റ്റം എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. എന്താണ് സിസ്റ്റം? സിസ്റ്റം എന്ന് പറയുന്നത്, സിസ്റ്റം കണ്ടെയ്ൻസ് എ സർട്ടൻ ക്വാണ്ടിറ്റീസ്, അതായത് കുറെ ക്വാണ്ടിറ്റീസ് ചേർന്ന് കണക്ട് ചെയ്തിരിക്കുന്ന, കുറെ കമ്പോണൻസ് ചേർന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ ബേസിക്കലി സിസ്റ്റം എന്ന് പറയുന്നത്. ആ സിസ്റ്റത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു സ്പെസിഫൈഡ് ഇൻപുട്ട് ഞാനൊരു സിസ്റ്റത്തിൽ കൊടുത്താൽ ആ ഇൻപുട്ടിനെ പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് തരുന്ന ഏതൊരു ഗ്രൂപ്പ് ഓഫ് കമ്പോണന്റിനെയും നമുക്ക് എന്തെന്ന് പറയാം? സിസ്റ്റം എന്ന് പറയാം, അല്ലെ? നമുക്ക് ഒരു സ്പെസിഫൈഡ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ടിനെ പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് തരുന്ന ഏതൊരു ഗ്രൂപ്പ് ഓഫ് കമ്പോണൻസും നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും? സിസ്റ്റം ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലെ? ഏതൊരു ഗ്രൂപ്പ് ഓഫ് കമ്പോണൻസിനെയും നമ്മൾ എന്ത് പറയാൻ പറ്റും? സിസ്റ്റം ആണെന്ന് പറയാൻ പറ്റും. ഇപ്പോ ഫോർ എക്സാമ്പിൾ, ഒരു ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ആണ്. ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിസ്റ്റം ആണ്. എന്താണ് ആ സിസ്റ്റത്തിന്റെ പ്രത്യേകത? നമ്മളൊരു സ്പെസിഫൈഡ് ഇൻപുട്ട്, അതായത് ലോ വോൾട്ടേജ് സിഗ്നൽ ഇൻപുട്ട് ആയിട്ട് ഞാനൊരു ആംപ്ലിഫയറിൽ കൊടുക്കുന്നു. ലോ വോൾട്ടേജ് സിഗ്നൽ ഇൻപുട്ട് ആയിട്ട് ഞാനൊരു ആംപ്ലിഫയറിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ടിനെ പ്രോസസ് ചെയ്ത് അത് ഹൈ വോൾട്ടേജ് ഔട്ട്പുട്ട് സിഗ്നലാക്കി മാറ്റും. ഹൈ വോൾട്ടേജ് സിഗ്നൽ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ടിനെ കളക്ട് ചെയ്തിട്ട് അതിനെ പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊരു ഗ്രൂപ്പ് ഓഫ് കളക്ഷൻ ഓഫ് കമ്പോണൻസിനെ ചേർത്തും നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും? സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതാണ് ബേസിക്കലി സിസ്റ്റം. സോ സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. എ സിസ്റ്റം മേ ബി ഡിഫൈൻഡ് ആസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് കൺവേർട്ട് എ സ്പെസിഫൈഡ് ഇൻപുട്ട് സിഗ്നൽ, ഒരു ഫിക്സഡ് ആയിട്ടുള്ള, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് സിഗ്നൽ ഉണ്ടാവും, ടു ഔട്ട്പുട്ട് സിഗ്നൽ. ഒരു സ്പെസിഫൈഡ് ഇൻപുട്ട് സിഗ്നലിനെ പ്രോസസ് ചെയ്ത് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് ഔട്ട്പുട്ട് സിഗ്നൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏതൊരു ഗ്രൂപ്പ് ഓഫ് കമ്പോണൻസിനെയും ചേർത്ത് നമുക്ക് എന്തെന്ന് പറയാം? സിസ്റ്റം എന്ന് പറയാം. നമുക്ക് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആണെങ്കിലും എല്ലാം എന്താണ്? ഒരു സിസ്റ്റം തന്നെയാണ്. അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു സ്പെസിഫൈഡ് ഇൻപുട്ട് കൊടുക്കുന്നു, ആ ഇൻപുട്ട് അത് കളക്ട് ചെയ്യുന്നു, ആ ഇൻപുട്ടിനെ പ്രോസസ് ചെയ്യുന്നു. ആ ഇൻപുട്ടിനെ, ഇപ്പൊ ആംപ്ലിഫയർ എന്ന് പറയുന്ന സിസ്റ്റമാണ്, ഞാനൊരു ഇൻപുട്ട് കൊടുത്തു, അതിനെ ആംപ്ലിഫൈ ചെയ്തു, ഔട്ട്പുട്ട് തന്നു. അപ്പോൾ ഇൻപുട്ടിനെ എന്തോ ഒരു എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തി ഔട്ട്പുട്ട് തരുന്ന, ഇൻപുട്ടിനെ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തി ഔട്ട്പുട്ട് തരുന്ന ഏതൊരു ഗ്രൂപ്പ് ഓഫ് കമ്പോണൻസിനെയും, അത് ഏത് ഗ്രൂപ്പ് ഓഫ് കമ്പോണൻസ് ആയിക്കോട്ടെ, ചിലപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് അതിന്റെ റെസിസ്റ്ററിന്റെ കമ്പോണന്റ് ആയിരിക്കാം, വേറെ എന്തെങ്കിലും കമ്പോണൻസ് ആയിരിക്കാം. അങ്ങനെ ഏതൊരു ഗ്രൂപ്പ് ഓഫ് കമ്പോണൻസിനെയും കളക്ടിവിറ്റി നോൺ ആസ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ സിഗ്നൽസ് പഠിച്ച സമയത്ത് അവിടെ സിഗ്നൽസിനെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ബേസിക്കലി നമ്മൾ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ടൈം സിഗ്നലും ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലുമാണ്. ഈ കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെയാണ് ഞാൻ എക്സ് ഓഫ് ടി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെയാണ് ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? എക്സ് ഓഫ് എൻ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പൊ ഇവിടെ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുമ്പോൾ അവിടെ എക്സ് ഓഫ് ടി എന്നാണ് ഞാൻ അവിടെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. അതുപോലെ വൈ ഓഫ് ടി എന്നാണ് ഞാൻ ഔട്ട്പുട്ട് ആയിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പൊ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നത് ഇൻപുട്ട് സിഗ്നലും വൈ ഓഫ് ടി എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടുന്നത് തന്നെയാണ് ഞാൻ എന്ത് ആയിട്ട് പറയുന്നത്? വൈ ഓഫ് ടി എന്ന് പറഞ്ഞ് കിട്ടുന്ന സിഗ്നലാണ് എന്റെ ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പൊ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് കൊടുക്കുന്ന സിഗ്നലും കിട്ടുന്നത് ഔട്ട്പുട്ടും. ഇതിൽ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന എന്ത് സാധനമാണ്? ഇൻപുട്ടിനെ ഔട്ട്പുട്ടിലേക്ക് ചേഞ്ച് ചെയ്യത്തക്ക രീതിയിൽ എന്തെല്ലാം കൺവേർഷനാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് ആരാണ്? സിസ്റ്റമാണ്. ഇൻപുട്ടിനെ ഔട്ട്പുട്ടിലേക്ക് ചേഞ്ച് ചെയ്യത്തക്ക രീതിയിൽ എന്തെല്ലാം കൺവേർഷൻസ്, എന്തെല്ലാം ചേഞ്ചസ് വരുത്തണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ആരാണ്? സിസ്റ്റമാണ്. ഓക്കെ അല്ലെ? അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. പിന്നീട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. സിസ്റ്റത്തിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, കുറെ കൂടെ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും പ്രോപ്പർട്ടീസ് ആണ്. സോ ആ ഓരോ പ്രോപ്പർട്ടിയെ കുറിച്ച് നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഈ സബ്ജക്റ്റിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ലീനിയർ ഓർ നോൺ ലീനിയർ. 2 ടൈം ഇൻവേരിയന്റ് ഓർ വേരിയന്റ്. 3 കോസൽ ഓർ നോൺ കോസൽ. 4 സ്റ്റാറ്റിക് ഓർ ഡൈനാമിക്. ഈ സ്റ്റാറ്റിക് ഓർ ഡൈനാമിക്കിൽ പറയുന്ന വേറൊരു പേരാണ് മെമ്മറി ലെസ് സിസ്റ്റം ഓർ മെമ്മറി സിസ്റ്റം. അങ്ങനെ 4 തരത്തിലുള്ള ബേസിക് പ്രോപ്പർട്ടീസ് ഇതിനകത്തുണ്ട്. ഇത് ഓരോന്നും എന്താണ്, ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് സിസ്റ്റത്തിനകത്ത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്.
ഓക്കെ, സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ്. ആദ്യം സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കി, ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ടിനെ പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് തരാൻ പോകുന്ന അല്ലെങ്കിൽ ഔട്ട്പുട്ട് തരാൻ കഴിയുന്ന ഏതൊരു ഗ്രൂപ്പ് ഓഫ് കമ്പോണൻസിനെയും നമ്മൾ കളക്റ്റീവ്ലി നോൺ ആസ് സിസ്റ്റം എന്ന് നമ്മൾ പറയും. ഈ സിസ്റ്റത്തിന് കുറച്ച് പ്രോപ്പർട്ടീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രോപ്പർട്ടീസ് ആണ് ഞാൻ പറഞ്ഞത്. ലീനിയർ ഓർ നോൺ ലീനിയർ, ടൈം ഇൻവേരിയന്റ് ഓർ വേരിയന്റ്, സ്റ്റാറ്റിക് ഓർ ഡൈനാമിക്, അതുപോലെ കോസൽ ഓർ നോൺ കോസൽ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയുമാണ് സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് ഓരോന്നും എന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഇതുകൊണ്ട് ഓരോന്നും എയിം ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് ലീനിയർ ഓർ നോൺ ലീനിയർ എന്ന് പറയുന്നത്. ലീനിയർ സിസ്റ്റംസ് മേ ബി ഡിഫൈൻഡ് ആസ് എ ടൈപ്പ് ഓഫ് സിസ്റ്റം ദാറ്റ് സാറ്റിസ്ഫൈസ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഇതെന്ത് സാധനമാണ് നമുക്ക് നോക്കാം. If the overall sum of the output gives overall sum of the input that satisfies superposition principle, otherwise system said to be non-linear. ഇതെന്താ കൺസെപ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നാൽ മതി. ഇത് ഇതേപോലെ ഡിഫൈൻ ചെയ്യാനൊന്നും നമുക്ക് ചോദിക്കുന്ന കാര്യമല്ല. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്ത് ചെയ്തു, ഒരു ഇൻപുട്ട് ഞാൻ ഇവിടെ ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നത് എക്സ് ഓഫ് എൻ ആണെന്ന് വിചാരിക്കുക. കാരണം എന്താ, ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് സിസ്റ്റം ആണ്. സോ എക്സ് ഓഫ് എൻ എന്ന് എടുത്തു, അതിനെ ഞാൻ ഒരു സിസ്റ്റത്തിൽ കൊടുത്തു, എസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ കൊടുക്കുകയാണ്. അതിലെ ഒ ഓഫ് എൻ എന്ന് പറയുന്ന ഔട്ട്പുട്ട് എനിക്ക് കിട്ടി. എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്തു, ഒരു സിസ്റ്റത്തിൽ കൊടുത്തു, എനിക്ക് ഒ ഓഫ് എൻ എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടി. സോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത് എന്റെ ഒരു ജനറൽ കൺസെപ്റ്റ് ആണ്, ജനറൽ നാരേറ്റീവ്. ഇനി ഇതിനെ ഞാൻ എടുക്കുകയാണ്, എക്സ് ഓഫ് എന്നിനെ എക്സ് വൺ ഓഫ് എൻ എന്നും എക്സ് ടു ഓഫ് എൻ എന്നും രണ്ട് സിഗ്നലാക്കി മാറ്റുകയാണ്. ഇൻപുട്ട് സിഗ്നലിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഇൻപുട്ടാക്കി മാറ്റുകയാണ്. എക്സ് വൺ ഓഫ് എൻ എന്നും എക്സ് ടു ഓഫ് എൻ എന്നും. ഈ എക്സ് വൺ ഓഫ് എൻ എന്ന് പറയുന്ന ഈ ഇൻപുട്ടിനെ ഞാനൊരു സിസ്റ്റത്തിൽ കൊടുത്തു, അത് എസ് വൺ എന്ന സിസ്റ്റത്തിൽ കൊടുത്തു. എക്സ് ടു ഓഫ് എൻ എന്ന് പറയുന്ന വേറൊരു ഇൻപുട്ട് സിഗ്നലിനെ ഞാൻ വേറൊരു സിസ്റ്റത്തിൽ കൊടുത്തു, എസ് ടു. അപ്പോ എന്താ ചെയ്തത്, രണ്ട് ഇൻപുട്ടാക്കി മാറ്റി, എക്സ് വൺ എന്നും എക്സ് ടു എന്നും. ഇത് എക്സ് വണ്ണിനെ ഒരു സിസ്റ്റത്തിൽ കൊടുത്തു, എക്സ് ടുവിനെ വേറൊരു സിസ്റ്റത്തിൽ കൊടുത്തു. എനിക്ക് സ്വാഭാവികമായിട്ട് എന്ത് കിട്ടും, സിസ്റ്റത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടില്ലേ. അപ്പൊ ആ ഔട്ട്പുട്ട്, രണ്ടിടത്തും കിട്ടിയ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്ന് ഒയ് വൺ ഓഫ് എൻ എന്നും മറ്റേത് ഒയ് ടു ഓഫ് എൻ എന്നുമാണ്. ഈ രണ്ട് ഔട്ട്പുട്ടിനെ എടുത്ത് ഒറ്റ ഔട്ട്പുട്ടാക്കി മാറ്റാൻ വേണ്ടി ഞാൻ രണ്ട് ഔട്ട്പുട്ടിനെയും കൂടെ ആഡ് ചെയ്തു, ഒറ്റ ഔട്ട്പുട്ടാക്കി മാറ്റി, ഒയ് ഓഫ് എൻ. ഓക്കെ അല്ലേ? രണ്ട് ഇൻപുട്ട് കിട്ടി, രണ്ട് സിസ്റ്റത്തിൽ കൊടുത്തു, രണ്ട് ഔട്ട്പുട്ട് കിട്ടി, ആ രണ്ട് ഔട്ട്പുട്ടിനെയും കൂടെ ആഡ് ചെയ്ത് ഒറ്റ ഔട്ട്പുട്ടാക്കി മാറ്റി. ഓക്കെ അല്ലേ? നൗ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ ഇൻപുട്ട്, ഈ രണ്ട് ഇൻപുട്ട് എക്സ് വൺ ഓഫ് എൻ ആൻഡ് എക്സ് ടു ഓഫ് എൻ, ഇത് രണ്ടിനെയും കൂടെ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ആഡ് ചെയ്തു, രണ്ട് ഇൻപുട്ടായിട്ട് മാറ്റി. ആ രണ്ട് ഇൻപുട്ടിനെയും കൂടെ ഞാൻ ആഡ് ചെയ്തു, ഒറ്റ ഇൻപുട്ടാക്കി മാറ്റി. ആഡ് ചെയ്തപ്പോൾ അത് സിംഗിൾ ഇൻപുട്ടായി മാറിയില്ലേ. അതിനെ എന്ത് ചെയ്തു, ഞാനൊരു സിസ്റ്റത്തിൽ കൊടുത്തു, എസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ കൊടുത്തു. എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് ഒയ് ഡാഷ് ഓഫ് എൻ എന്ന് പറയുന്ന വേറൊരു ഔട്ട്പുട്ടായിട്ട് കിട്ടി. ഇപ്പൊ ഞാൻ ഇവിടെ എന്താ ചെയ്തത്, രണ്ട് ഇൻപുട്ട് എടുത്തു, രണ്ടും ഇൻപുട്ട് കൂടെ ആഡ് ചെയ്ത് ഒറ്റ ഇൻപുട്ടാക്കി മാറ്റി. ആ ഒറ്റ ഇൻപുട്ടിന് ഞാനൊരു സിസ്റ്റത്തിൽ കൊടുത്തു. അങ്ങനെ എനിക്ക് കിട്ടി എന്താണ്, ഒയ് ഡാഷ് ഓഫ് എൻ എന്ന് പറയുന്ന വേറൊരു ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെയും ചെയ്ത ഡിഫറൻസ് നമ്മൾ മനസ്സിലായല്ലോ. രണ്ട് സിസ്റ്റത്തിൽ കൊടുത്തു, രണ്ട് ഔട്ട്പുട്ട് കിട്ടി. ആ രണ്ട് ഔട്ട്പുട്ടിനെ ഇങ്ങോട്ട് ആഡ് ചെയ്ത് ഒറ്റ ഔട്ട്പുട്ടാക്കി മാറ്റി. അവിടെ എന്താ ചെയ്തത്, രണ്ട് ഇൻപുട്ടിനെ കളക്ട് ചെയ്തു, ആ രണ്ട് ഇൻപുട്ടിനെയും ഫസ്റ്റ് ആഡ് ചെയ്തു, ഒറ്റ ഇൻപുട്ടാക്കി മാറ്റി. ആ ഇൻപുട്ടിനെ ഞാനൊരു സിസ്റ്റത്തിൽ കൊടുത്തു, എനിക്കൊരു ഔട്ട്പുട്ട് കിട്ടി. ഇവിടെ ഒയ് ഓഫ് എന്നും, അതായത് ഇവിടെ കിട്ടിയത് എന്താണ്, ഒയ് ഓഫ് എൻ. ഇവിടെ കിട്ടിയത് എന്താണ്, ഒയ് ഡാഷ് ഓഫ് എൻ. അതായത് ഒയ് ഓഫ് എൻ ഈക്വൽ ടു ഒയ് ഡാഷ് ഓഫ് എൻ ആണെങ്കിൽ, ഒയ് ഓഫ് എൻ ഈക്വൽ ടു ഒയ് ഡാഷ് ഓഫ് എൻ ആണെങ്കിൽ സിസ്റ്റം ലീനിയർ. അതായത് ഇവിടെ ചെയ്തതും അവിടെ ചെയ്തതുമായ ആൻസർ നമുക്ക് സെയിം ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ആ സിസ്റ്റം എന്ത് സിസ്റ്റം ആണെന്ന് നമുക്ക് പറയാം, ലീനിയർ സിസ്റ്റം ആണെന്ന് പറയാം. ഇനി അതല്ല, ഡിഫറെന്റ് ആണ് കിട്ടുന്നതെങ്കിൽ നോൺ ലീനിയർ സിസ്റ്റം ആണെന്ന് നമുക്ക് ഇവിടെ പറയേണ്ടി വരും. ഓക്കെ, സോ ഇത് കൺസെപ്റ്റ് വൈസ് ആണ്. ഇതിന്റെ പ്രോബ്ലമാറ്റിക് ഓറിയന്റഡ് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നമ്മൾ അതിന്റെ ക്ലാസ്സസ് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ പ്രോബ്ലംസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാസ്സസ് എല്ലാം കാണാൻ കഴിയും. കൺസെപ്റ്റ് കുറെ കൂടെ ക്ലിയർ ആവും. ഓക്കെ, അങ്ങനെയാണ് ലീനിയർ അഥവാ നോൺ ലീനിയർ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നത്. നമുക്ക് എക്സാം ഓറിയന്റഡ് ചോദിക്കുന്നത്, ഒരു സിസ്റ്റം തന്നിട്ട് ചെക്ക് വെദർ ദ സിസ്റ്റം ഈസ് ലീനിയർ ഓർ നോട്ട്. അതെങ്ങനെയാണ് വെരിഫൈ ചെയ്യേണ്ടത്, വെരിഫൈ ചെയ്യാനാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണ് ലീനിയർ അഥവാ നോൺ ലീനിയർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം മസ്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? സോ അടുത്ത സിസ്റ്റത്തിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പറയുന്നത് ടൈം ഇൻവേരിയന്റ് ഓർ വേരിയന്റ്. ടൈം ഇൻവേരിയന്റ് ഓർ വേരിയന്റ്. ആദ്യം
എന്താണ് സിസ്റ്റം എന്ന് നമ്മൾ മനസ്സിലാക്കിയത്? സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? സ്വാഭാവികമായിട്ട് ഒരു ഇൻപുട്ട് ഉണ്ടാവും, അതിനെ പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് ഉണ്ടാവും. അതായത് എക്സ് ഓഫ് എന്നും ഉണ്ടായിരിക്കും ആ സിസ്റ്റത്തില്, ഒ ഓഫ് എന്നും ഉണ്ടായിരിക്കും. അപ്പോ ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ, ഇഫ് എ ടൈം ഷിഫ്റ്റ് ഗിവൻ ഇൻ ആൻ ഇൻപുട്ട്, ഒരു ഇൻപുട്ടിന് ഈ പറയുന്ന എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന സിഗ്നൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഇൻപുട്ടിനെ ഒരു ടൈം ഷിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ടൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓപ്പറേഷൻസ് പഠിക്കാനുണ്ട്, നമുക്ക് ഫസ്റ്റ് മോഡിൽ പഠിക്കുന്നുണ്ട്. ആ ഓപ്പറേഷൻസിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഓപ്പറേഷൻസ് ഓൺ സിഗ്നൽ, ടൈം ഷിഫ്റ്റിംഗ്, ടൈം സ്കെയിലിംഗ്, ടൈം റിവേഴ്സൽ, ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റിംഗ്, ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ്, അതേപോലെ സിഗ്നൽ അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഇൻപുട്ട് സിഗ്നലിനെ ഞാനൊരു ഷിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് എക്സ് ഓഫ് എൻ എന്നൊരു സിഗ്നൽ ഉണ്ടെങ്കിൽ എക്സ് ഓഫ് എൻ മൈനസ് വൺ അതൊരു ഷിഫ്റ്റ് ആണ്, എക്സ് ഓഫ് എൻ പ്ലസ് വൺ അതും ഷിഫ്റ്റ് ആണ്. സിഗ്നലിനെ എക്സ് ആക്സിന്റെ ഡ്യൂറേഷൻ മൂവ് ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ ടൈം ഷിഫ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അത് പറയുന്നത്. അപ്പൊ ഇൻപുട്ടിന് ഞാനൊരു ഷിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതേ ഷിഫ്റ്റ് തന്നെ ഔട്ട്പുട്ടിനെ അഫക്റ്റ് ചെയ്യുമെങ്കിൽ, ഇൻപുട്ടിന് ഞാനൊരു ഷിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതേ ഷിഫ്റ്റ് തന്നെ ഔട്ട്പുട്ടിനെ അഫക്റ്റ് ചെയ്യുമെങ്കിൽ അത്തരം സിസ്റ്റത്തിനെ പറയുന്നതാണ് ടൈം ഇൻവേരിയന്റ് സിസ്റ്റം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പേര് മാറിപ്പോകരുത്. ടൈം ഇൻവേരിയന്റ് സിസ്റ്റം. ഇഫ് എ ടൈം ഷിഫ്റ്റ് given in an input will give a same shift in the output known as time invariant system. Otherwise we known as time variant system. ഇനി അതല്ല ഡിഫറെന്റ് ഷിഫ്റ്റ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ എന്ത് പറയേണ്ടി വരും? നമുക്ക് ടൈം വേരിയന്റ് സിസ്റ്റം എന്ന് പറയേണ്ടി വരും. അപ്പൊ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഷിഫ്റ്റ് ഞാൻ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതേ ഷിഫ്റ്റ് തന്നെ ഔട്ട്പുട്ടിൽ ഉണ്ടാകുമെങ്കിൽ അതെന്താണ്? ടൈം ഇൻവേരിയന്റ് സിസ്റ്റം. ഇനി അതല്ല, ഞാനൊരു ഷിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറെന്റ് ഷിഫ്റ്റ് ആണ് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നതെങ്കിൽ അത് ടൈം വേരിയന്റ് സിസ്റ്റം. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ടൈം ഇൻവേരിയന്റും വേരിയന്റും. സോ ഇതിനും നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്, പ്രോബ്ലംസ് ചോദിക്കുന്നതാണ്. സോ ആ പ്രോബ്ലം ചെയ്യാനുള്ള ക്ലാസ്സസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും തിയറി ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇഫ് എ ടൈം ഷിഫ്റ്റ് ഗിവൻ ഇൻ ആൻ ഇൻപുട്ട് വിൽ ഗീവ് എ സെയിം ഷിഫ്റ്റ് ഇൻ ദ ഔട്ട്പുട്ട് നോൺ ആസ് ടൈം ഇൻവേരിയന്റ് സിസ്റ്റം, അതർവൈസ് ടൈം വേരിയന്റ് സിസ്റ്റം. ഓക്കെ, അപ്പൊ അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഇനി അടുത്ത മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് കോസൽ ഓർ നോൺ കോസൽ സിസ്റ്റം. എന്താണ് കോസൽ സിസ്റ്റം, എന്താണ് നോൺ കോസൽ സിസ്റ്റം? അതായത് ഞാൻ പറഞ്ഞു ഇൻപുട്ട് ഉണ്ടായിരിക്കും, ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഒരു ഇൻപുട്ട് സ്പെസിഫൈഡ് ആയിട്ട് എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഇൻപുട്ട് ഉണ്ടായിരിക്കും, ഒ ഓഫ് എൻ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. ഇവിടെ ഇൻപുട്ടിന്റെ പ്രസന്റ് സ്റ്റേറ്റിനെയും പാസ്റ്റ് സ്റ്റേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിൽ, ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒ ഓഫ് എൻ എന്ന് പറയുന്നത് ഇൻപുട്ടിന്റെ പ്രസന്റ് സ്റ്റേറ്റിനെയോ പാസ്റ്റ് സ്റ്റേറ്റിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിൽ, ഔട്ട്പുട്ട് ഇൻപുട്ടിന്റെ പ്രസന്റ് സ്റ്റേറ്റിനെയോ പാസ്റ്റ് സ്റ്റേറ്റിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സിസ്റ്റത്തിനെയാണ് നമ്മൾ കോസൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അതല്ല, ഫ്യൂച്ചറിനെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിന്റെ ഫ്യൂച്ചർ വാല്യൂവിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ നോൺ കോസൽ സിസ്റ്റം. ഓക്കെ, ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. എ സിസ്റ്റം ഹൂസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രസന്റ് ഓർ പാസ്റ്റ് വാല്യൂ. പ്രസന്റ് വാല്യൂ അല്ലെങ്കിൽ പാസ്റ്റ് വാല്യൂ. പ്രസന്റിനെയും പാസ്റ്റിനെയും ഒന്നിച്ച് ഡിപ്പെൻഡ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രസന്റ് വാല്യൂവിനെയോ പാസ്റ്റ് വാല്യൂവിനെയോ, ചിലപ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് വരാം. പ്രസന്റ് വാല്യൂവിനെയും പാസ്റ്റ് വാല്യൂവിനെയും ഒന്നിച്ച് ഡിപ്പെൻഡ് ചെയ്യാം. അപ്പോ പ്രസന്റ് വാല്യൂ ഓർ പാസ്റ്റ് വാല്യൂ, സിസ്റ്റം ഹൂസ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രസന്റ് വാല്യൂ ഓർ പാസ്റ്റ് വാല്യൂ ഓഫ് ഇൻപുട്ട് ഈസ് നോൺ ആസ് കോസൽ സിസ്റ്റം. അത്തരം സിസ്റ്റമാണ്, പ്രസന്റിനെയോ പാസ്റ്റിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്ന സിസ്റ്റമാണ് എന്ത് സിസ്റ്റം? കോസൽ സിസ്റ്റം. അങ്ങനെ അല്ലാത്തവ എന്താണ്? നോൺ കോസൽ സിസ്റ്റം. A system whose output depends on present or past value of input is known as causal system. അങ്ങനെ അല്ലാത്തത് നോൺ കോസൽ. നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോഴേ കുറെ കൂടെ അത് ക്ലിയർ ആവുകയുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം എന്താണെന്ന്. അതായത് y of n equal to x of n into x of n minus 1. y of n equal to x of n into x of n minus 1. ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ n-ന് ഞാനൊരു വാല്യൂ കൊടുക്കുക. n-ന് സപ്പോസ് ഞാൻ 0 കൊടുക്കുകയാണ് എന്ന് വിചാരിക്കുക. സപ്പോസ് ഞാനൊരു 0 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. അങ്ങനെ കൊടുക്കുമ്പോൾ y of 0 ഈക്വൽ ടു എക്സ് ഓഫ് 0 ഇൻറ്റു എക്സ് ഓഫ് -1. കറക്റ്റ് അല്ലേ? 0 -1. അതായത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 എന്ന് പറയുന്ന സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇൻപുട്ട് എവിടെയാണ് നിൽക്കുന്നത്? ഇൻപുട്ടും 0 എന്ന് പറയുന്ന സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്.
ഓൾസോ ഇൻപുട്ട് എവിടെ നിൽക്കുന്നുണ്ട്? -1 എന്ന് പറയുന്ന സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 എന്ന് പറയുന്ന സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഇൻപുട്ട് 0 എന്ന് പറയുന്ന സ്റ്റേജിൽ തന്നെ നിൽക്കുന്നുണ്ട്. ആൾസോ ഇൻപുട്ട് എവിടെയും നിൽക്കുന്നുണ്ട്? -1 എന്ന് പറയുന്ന സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. കറക്റ്റ് അല്ലേ? സോ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് കൺക്ലൂഷനിലേക്ക് പറയാൻ പറ്റും? ഔട്ട്പുട്ട് 0യിൽ നിൽക്കുമ്പോൾ ഇൻപുട്ട് 0യിൽ നിൽക്കുകയാണ്. അതെന്താണ്? സെയിം സ്റ്റേജ് അല്ലേ? 0 ഔട്ട്പുട്ടിൽ നിൽക്കുകയാണ്, 0 ഇൻപുട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് സെയിം സ്റ്റേജ് ആണ്. സെയിം സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് പ്രസന്റ് സ്റ്റേറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പൊ 0 വിത്ത് റെസ്പെക്ട് ടു -1 അതെന്താ? പാസ്റ്റ് സ്റ്റേജ് ആണ്. 0 വിത്ത് റെസ്പെക്ട് ടു -1 എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് വാല്യൂ ആണ്, അല്ലെങ്കിൽ പാസ്റ്റ് സ്റ്റേജ് ആണ്. അപ്പോ 0 വിത്ത് റെസ്പെക്ട് ടു 0 എന്ന് പറയുന്നത് പ്രസന്റ് ആണ്. 0 വിത്ത് റെസ്പെക്ട് ടു -1 എന്ന് പറയുന്നത് എന്ത് സ്റ്റേജ് ആണ്? പാസ്റ്റ് സ്റ്റേജ് ആണ്. അങ്ങനെ പ്രസന്റിനെയും പാസ്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്കിത് ഈ ഒരു വാല്യൂ കൊടുത്തുകൊണ്ട് മാത്രം നമ്മൾ അത് ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് പോകാൻ പാടില്ല. നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് കൊടുക്കണം. ഡിഫറെന്റ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് 0 കൊടുക്കുക, ഒരു നെഗറ്റീവ് വാല്യൂ കൊടുക്കുക, ഒരു പോസിറ്റീവ് വാല്യൂ കൊടുക്കുക. മിനിമം ഈ 3 ടൈപ്പ് വാല്യൂ എങ്കിലും കൊടുക്കണം. 0 കൊടുക്കുക, 1 കൊടുക്കുക, -1 കൊടുക്കുക. സോ ഇത്രയും വരുന്ന സമയത്തും എല്ലായിടത്തും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രസന്റിനെയും പാസ്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത്തരം സിസ്റ്റമാണ് കോസൽ സിസ്റ്റം. ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ അത് ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് എന്ത് സിസ്റ്റമാണ്? നോൺ കോസൽ സിസ്റ്റം. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ മാത്രമെങ്കിലും ഫ്യൂച്ചർ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? നോൺ കോസൽ എന്ന് പറയാം. ഇപ്പൊ കോസൽ ആവണമെങ്കിൽ എന്താവണം? ഏത് വാല്യൂ കൊടുത്താലും അത് പ്രസന്റിനെയോ പാസ്റ്റിനെയോ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഇതിന്റെയും നമ്മൾ കൂടുതൽ ക്ലാസ്സസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ പ്രോബ്ലംസ് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇതിന്റെ കൺസെപ്റ്റ് കുറച്ചുകൂടെ സ്ട്രോങ് ആയി വരിക. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 0 വിത്ത് റെസ്പെക്ട് ടു 0 ആണ്, അതുപോലെ 0 വിത്ത് റെസ്പെക്ട് ടു -1 ആണ്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് സിസ്റ്റമാണ്? കോസൽ സിസ്റ്റം. ഇതൊരു കോസൽ സിസ്റ്റമാണ്. അപ്പോ ഇതാണ് കോസൽ സിസ്റ്റം എന്ന് പറയും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കോസൽ സിസ്റ്റം മെഷർ ചെയ്യുന്നത്. എ സിസ്റ്റം ഹൂസ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ പ്രസന്റ് ഓർ പാസ്റ്റ് വാല്യൂ ഓഫ് ഇൻപുട്ട് ഈസ് നോൺ ആസ് കോസൽ സിസ്റ്റം. പ്രസന്റ് ഓർ പാസ്റ്റ് എന്നാണ് പറയുന്നത്. പ്രസന്റിനെയും പാസ്റ്റിനെയും എന്നല്ല, പ്രസന്റ് ആൻഡ് പാസ്റ്റ് എന്നല്ല, പ്രസന്റ് ഓർ പാസ്റ്റ്. പ്രസന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താലും കോസലാണ്, പാസ്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താലും കോസലാണ്, പ്രസന്റിനെയും പാസ്റ്റിനെയും ഒന്നിച്ച് ഡിപ്പെൻഡ് ചെയ്താലും കോസലാണ്. അതേസമയം ഫ്യൂച്ചർ വന്നാൽ തന്നെ അതെന്താണ്? നോൺ കോസലാണ്. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ നമുക്ക് വേറൊരു സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി നമുക്ക് പഠിക്കാനുണ്ട്, സ്റ്റാറ്റിക് ഓർ ഡൈനാമിക്. ഇത് വളരെ സിമ്പിൾ ആണ്. കോസൽ പോലെ തന്നെയാണ് സ്റ്റാറ്റിക് ഓർ ഡൈനാമിക് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് സിസ്റ്റത്തിന് വേറെയും ഒരു പേരുണ്ട്, മെമ്മറി ലെസ് സിസ്റ്റം എന്ന് പറയും. സ്റ്റാറ്റിക് സിസ്റ്റത്തിന് പറയുന്ന വേറൊരു പേരാണ് മെമ്മറി ലെസ് സിസ്റ്റം. അതുപോലെ ഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത് മെമ്മറി സിസ്റ്റം എന്ന് പറയും. പേരിൽ തന്നെയുണ്ട്. മെമ്മറി സിസ്റ്റം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് സേവ് ആസ് എ മെമ്മറി എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്നത്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകണ്ട. നമുക്ക് സ്റ്റാറ്റിക് സിസ്റ്റം എന്താണെന്ന് നോക്കാം. A system whose output depends on present value of input. പ്രസന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. എ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻപുട്ട് നോൺ ആസ് സ്റ്റാറ്റിക് സിസ്റ്റം, അതർവൈസ് ഡൈനാമിക്. അതായത് പാസ്റ്റോ ഫ്യൂച്ചറോ വന്നാൽ എന്താണ്? ഡൈനാമിക് ആണ്. പ്രസന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? സ്റ്റാറ്റിക് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ പ്രസന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് സ്റ്റാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. പാസ്റ്റോ ഫ്യൂച്ചറോ വന്നു കഴിഞ്ഞാൽ അതെന്തായി മാറി? ഡൈനാമിക് ആയി മാറി. നമ്മൾ കോസൽ നോൺ കോസൽ വെരിഫൈ ചെയ്ത സമയത്ത് എങ്ങനെയാണോ ചെയ്തത് സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ എന്ത് ചെയ്തു? അവിടെ എന്നിന് വാല്യൂ കൊടുത്തു. എന്നിന് വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് അത് പ്രസന്റ് കണ്ടീഷൻ ആണെങ്കിൽ അത് പ്രസന്റ് സ്റ്റേറ്റ് ആണ്. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സ്റ്റാറ്റിക് ആണ്. പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയേണ്ടി വരും? ഡൈനാമിക് ആണെന്ന് പറയേണ്ടി വരും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചെക്ക് വെദർ ദ സിസ്റ്റം ഈസ് സ്റ്റാറ്റിക് ഓർ ഡൈനാമിക് എന്നാണ് ചോദിക്കുക. ചെക്ക് വെദർ ദ സിസ്റ്റം ഈസ് സ്റ്റാറ്റിക് ഓർ ഡൈനാമിക്. സ്റ്റാറ്റിക് ആണോ ഡൈനാമിക് ആണോ എന്ന് വെരിഫൈ ചെയ്യാനാണ് ചോദിക്കുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിന്റെ ഡിഫറെന്റ് വാല്യൂസ് കൊടുത്തു നോക്കുക. അപ്പൊ പ്രസന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്കത് സ്റ്റാറ്റിക് ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെ അല്ലാത്തവ ഡൈനാമിക് ആണ്. അതായത് പാസ്റ്റിനെയോ ഫ്യൂച്ചറോ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? ഡൈനാമിക് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് സിസ്റ്റം എന്താണ് എന്നുള്ള കാര്യമാണ്. സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു സ്പെസിഫൈഡ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ടിനെ പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് തരാൻ കഴിയുന്ന ഏതൊരു ഗ്രൂപ്പ് ഓഫ് കമ്പോണൻസിനെയും കളക്റ്റീവ്ലി നോൺ ആസ് സിസ്റ്റം എന്ന് പറയും. പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ്, ലീനിയർ ഓർ നോൺ ലീനിയർ, ടൈം ഇൻവേരിയന്റ് ഓർ വേരിയന്റ്, കോസൽ ഓർ നോൺ കോസൽ, സ്റ്റാറ്റിക് ഓർ ഡൈനാമിക്. അപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് അതിനകത്തുണ്ട്. ആ ഓരോ പ്രോപ്പർട്ടിയും എന്തിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു.
ഓക്കെ, ഇനി ഇതിന്റെ കൂടുതൽ പ്രോബ്ലംസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അത് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ ആ കൺസെപ്റ്റ് കുറെ കൂടെ സ്ട്രോങ് ആയി മാറുന്നത്. ഓക്കെ അല്ലേ? സോ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വേറൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.